ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അല്ല സഖാവി, ആരാണ് ഈ പി.കെ. ശശി? ഇപ്പോൾ പലപ്പോഴും വാർത്തകളിൽ ഇപ്പോഴല്ല മുമ്പേ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലക്കാട്ടുകാരനായ ഒരു സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ചില്ലറ നേതാവൊന്നുമല്ല. നിലവിൽ അദ്ദേഹം ഏതൊക്കെ സ്ഥാനം വഹിക്കുന്നുണ്ട് എന്ന് കേൾക്കുക. KTDCയുടെ ചെയർമാനാണ് അദ്ദേഹം. ഈ സർക്കാർ ഭരണമേറ്റതിന് ശേഷമാണ് അദ്ദേഹത്തിനെ KTDCയുടെ ചെയർമാനാക്കിയത്. KTDC എന്ന് പറയുന്നത് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചെയർമാൻഷിപ്പാണ്. മുമ്പ് ചെറിയാൻ ഫിലിപ്പ് CPMൻ്റെ സഹയാത്രികനായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിനും കൊടുത്തു ഈ KTDC ചെയർമാൻഷിപ്പ് സ്ഥാനം. സ്റ്റേറ്റ് കാറൊക്കെ ഉണ്ട് കേട്ടോ. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാറുണ്ട്, മറ്റെല്ലാ ആനുകൂല്യങ്ങളുണ്ട്, ശമ്പളമുണ്ട്, മെച്ചപ്പെട്ട ശമ്പളം തന്നെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഔദ്യോഗിക സ്ഥാനമാണത്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരു ചെയർമാൻ ആണ് പി.കെ. ശശി. ഇപ്പോൾ CITUവിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹം. ജില്ലാ CPMൻ്റെ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. മുൻ MLA ആണ് അദ്ദേഹം. CPMൻ്റെ മുൻ MLA ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ നേതാവിനെ ഇതാ ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. ഈ സ്ഥാനത്ത് നിന്ന് KTDC ചെയർമാൻഷിപ്പ് ഒഴികെയുള്ള സ്ഥാനത്ത് നിന്നെല്ലാം നീക്കം ചെയ്തു. ഇനി സ്വാഭാവികമായിട്ടും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഇനി KTDCയുടെ ചെയർമാൻഷിപ്പും വെച്ചുകൊണ്ട് അദ്ദേഹം തല ഉയർത്തി നടക്കുമെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായും അദ്ദേഹം രാജിവെച്ചേക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രമുഖനായ CPMൻ്റെ നേതാവിനെ തരം താഴ്ത്തിയത് CPMൻ്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലാണ്. ജില്ലാ മീറ്റിങ്ങിൽ പങ്കെടുത്തത് ആരാണെന്നറിയാമോ? CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ, MV ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം അനൗൺസ് ചെയ്തത്. ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, മണ്ണാർക്കാട് സഹകരണ സംഘത്തിലേക്ക് വേണ്ടി മറ്റ് ജില്ലയിലെ സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ തന്നെ ഫണ്ട് പിരിച്ചു. അവിടെ ഒരു ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി ഫണ്ട് പിരിച്ചു. ബിൽഡിംഗ് കെട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒന്നും കെട്ടിക്കാണാൻ സാധ്യതയില്ല. എന്തായാലും ഇത് അദ്ദേഹം പിരിച്ചു. പലരുടെയും അറിവോ സമ്മതമോ ഇല്ലാതെ തന്നെ അദ്ദേഹം ചെയ്ത കാര്യമാണ്. പാർട്ടി അറിയണ്ടേ? ഈ പാർട്ടിക്കാണെങ്കിൽ എല്ലാ കാര്യവും അറിഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ അറിയിച്ചേ പറ്റൂ. കല്യാണം വരെ, സഖാക്കളുടെ കല്യാണം വരെ പാർട്ടിയുടെ അനുവാദത്തോടു കൂടി നടത്തുന്ന ഒരു പാർട്ടിയാണ്, ഒരു വിപ്ലവ പാർട്ടിയാണ് CPM. പക്ഷേ ഇതൊന്നും അറിയിക്കാതെ അദ്ദേഹത്തിൻ്റെ വഴിയിൽ കൂടി ചെയ്തു എന്നുള്ളതാണ്. വേണ്ടപ്പെട്ട പലരെയും പല സ്ഥാനങ്ങളിലേക്കും അദ്ദേഹം നിയമിക്കുകയും ചെയ്തു. സഹകരണ ബാങ്കുകളിൽ ധാരാളം പോസ്റ്റിങ്ങൾ വരും, അവിടെയും അദ്ദേഹം ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന പി.കെ. ശശി ഇനി ഈ സ്ഥാനങ്ങളിലൊന്നും തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ മണ്ണാർക്കാടിലെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. ഇദ്ദേഹത്തിനെതിരെ വേറെയും ചില ആക്ഷേപം ഉണ്ട് കേട്ടോ. മന്ത്രി MB രാജേഷ് മത്സരിച്ചപ്പോൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ ഇദ്ദേഹത്തിൻ്റെ സഹകരണമൊന്നും ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ്. അതും ഇപ്പോൾ പരിഗണിച്ചു, ഇല്ലെങ്കിൽ ശ്രദ്ധയിൽ എടുത്തു എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ എടുത്തു പറയുന്നത് അതല്ല, അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇതാണ് പ്രധാനമായും ഈ ഫണ്ട് പിരിവാണ് പ്രധാന ആക്ഷേപമായി ചൂണ്ടിക്കാണിക്കുന്നത്. പി.കെ. ശശി ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. മുമ്പ് അദ്ദേഹം ഒരു DYFI സഹയാത്രികയെ, അല്ലെങ്കിൽ DYFI പ്രവർത്തകയെ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു വിഷയം മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥാനത്തു നിന്നും ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തിയതാണ്. തുടർന്നാണ് സർക്കാർ പുതിയതായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ KTDC ചെയർമാൻഷിപ്പ് കൊടുത്തത്. ഇദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങളൊക്കെ അന്വേഷിച്ചതാരാണ് എന്നറിയാമോ? പുത്തലത്ത് ദിനേശനാണ്. ഈ ദിനേശൻ ആരാണെന്നറിയാമോ? അദ്ദേഹം പ്രമുഖനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. നേതാവെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ വെടുപ്പും ശുദ്ധിയുമുള്ള ഒരു നേതാവ് തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്നത്, ദിനേശൻ പുത്തലത്തിനെ കുറിച്ച് അറിയുന്നത്. മാത്രമല്ല, അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ഈ പിണറായി വിജയൻ സർക്കാരിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി പോസ്റ്റിൽ തന്നെ ഇരുന്ന ആളാണ്. ഇപ്പോൾ മറ്റൊരു ശശി വന്ന അതേ പോസ്റ്റിലേക്ക് മുമ്പ് ഇരുന്ന ആളാണ് ഈ ദിനേശൻ. അപ്പം
ദിനേശനെ തന്നെ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാറ്റിയത് അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ചില കാര്യങ്ങളിലൊന്നും അങ്ങനെയൊന്നും അങ്ങ് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും അവിടെ നിന്നും അദ്ദേഹത്തിനെ ദേശാഭിമാനിയിലേക്കാണ് അദ്ദേഹത്തിനെ മാറ്റിയത്. പകരമാണ് കണ്ണൂർക്കാരനായ ശശി, നേരത്തെ EK നായനാറും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവരുടെയൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ഈ മനുഷ്യനെ, ശശിയെ വീണ്ടും അവിടെ അവരോധിക്കുകയും അവിടെ നിന്ന് ദിനേശനെ മാറ്റുകയും ചെയ്തു. ആ ദിനേശനാണ് ഇപ്പോൾ ഈ PK ശശിക്കെതിരെയായിട്ടുള്ള ഈ ചില അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചതും ആ റിപ്പോർട്ട് പാർട്ടിക്ക് കൊടുത്തതും. ആ റിപ്പോർട്ട് എന്തായാലും ശശിക്ക് എതിരാണ് എന്നുള്ളത് ഇപ്പോൾ ഈ വാർത്ത വന്നപ്പോൾ നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ശശിയെ തീർച്ചയായും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായും പറഞ്ഞു വെക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഈ പാർട്ടി മുമ്പ് പീഡനത്തിൻ്റെ പേരിൽ തന്നെ ഒഴിവാക്കിയിട്ട് തിരിച്ച് കയറ്റി പാർട്ടിയുടെ സ്ഥാനങ്ങളിലേക്കെല്ലാം അദ്ദേഹം തിരിച്ചു വന്നു. തുടർന്ന് പ്രധാനപ്പെട്ട KTDC എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹത്തിനെ ചെയർമാനാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ പാർട്ടിയുടെ നിലപാടുകളിൽ തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും എടുക്കുന്ന ഒരു പാർട്ടിയാണ് ഈ CPM എന്നുള്ളത് അടുത്ത കാലത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പ് അങ്ങനെയല്ല. MV രാഘവനെ പോലും ഗൗരിയമ്മയെപ്പോലും നിലപാടുകളുടെ പേരിൽ പുറത്താക്കി നിർത്തിയ പാർട്ടിയാണ്. തിരിച്ചടുപ്പിച്ചിട്ട് പോലുമില്ല ഇവരെയൊന്നും. അവർക്കൊക്കെ വേറെ പാർട്ടികൾ ഉണ്ടാക്കി പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. നിർദ്ദയം പാർട്ടി നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന പാർട്ടി ആയിരുന്നു പണ്ട് ഈ CPM. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു നിലപാടും ശക്തമായ തരത്തിലുള്ള നടപടികളുമൊന്നും ഇല്ല. ആ നടപടികളൊക്കെ കുറച്ചു കാലത്ത് ഇങ്ങനെ നിൽക്കും. അതിനുശേഷം നടപടിയിൽ ഒരു മാർദ്ദവം ഉണ്ടാവുകയും തുടർന്ന് ഇവരെയൊക്കെ തിരിച്ചെടുത്ത് പഴയ സ്ഥാനങ്ങളിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ അടുത്ത കാലത്ത് വളരെയേറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ മണ്ണാർക്കാട് CPM കമ്മിറ്റിയെ തന്നെ ഇപ്പോൾ ഫ്രീസ് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ വലിയ വിഭാഗീയത എന്നുള്ളതാണ് പാർട്ടി കണ്ടെത്തിയ കാരണങ്ങൾ. ഈ വിഭാഗീയത ഇവിടെയൊന്നും അല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPMനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. മുമ്പ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് മത്സരം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഒരു പൊളിറ്റിക്കൽ ഒരു ശരിയായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളിന് ഇപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പ് അവസ്ഥ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഇല്ലെങ്കിലും താഴെത്തട്ടുകളിൽ നല്ല വിഭാഗീയത മുൻകാലത്തെക്കാളും ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റേതായ ദുരിതം ഈ പാർട്ടിയെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ മണ്ണാർക്കാട് കമ്മിറ്റി തന്നെ ഫ്രീസ് ചെയ്യപ്പെട്ടത്. ഇത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. അവിടെയൊക്കെ നല്ല ശുദ്ധ കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. പക്ഷേ അവിടെയും വിഭാഗീയത ഏകദേശം തമ്പടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഗൗരവമായി മറ്റുള്ളവരൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും ഈ പാർട്ടി മാത്രം അത് ആലോചിക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ MV ഗോവിന്ദൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളതും വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിക്കാവുന്നതാണ്. എന്തായാലും CPMൻ്റെ വിഭാഗീയത ഒരു യാഥാർത്ഥ്യമായി കേരളത്തിൽ വരുന്നു, ഇല്ലെങ്കിൽ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ തുടരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ട പ്രധാന കാര്യം.